നവരാത്രിയുടെ 6-ാം ദിവസമായ ഷഷ്ഠി തിഥിയിൽ ദേവിയെ കാത്യായനിയായിട്ടാണ് ആരാധിക്കുന്നത്. വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ എന്നാണ് കാത്യായനിയുടെ അർത്ഥം. ത്രിനേത്രയും ചതുർഭുജയും ചന്ദ്രക്കല ശിരസിൽ ചൂടിയളുമാണ് ദേവി. വലതു കൈയിൽ അഭയമുദ്രയും വരമുദ്രയും ഇടതു കൈകളിൽ വാളും താമരപ്പൂവുമുണ്ട്. ദേവി പ്രീതിയാൽ രോഗം, ദുഃഖം എന്നിവയെല്ലാം അകന്ന് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ്. സർവൈശ്വര്യദായികയായ കാത്യായനി ദേവി കാത്യായന മഹർഷിയുടെ പുത്രിയായാണ് അവതരിച്ചത്. 6-ാം ദിവസത്തിലെ പൂജ കന്യകമാർക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴത്തിന്റെ ദേവതയാണ് കാത്യായനി ദേവി. അതിനാൽ കാത്യായനി ദേവി പ്രീതിയിലൂടെ വ്യാഴപ്രീതിയും ലഭിക്കുന്നതാണ്. ചുവന്ന പൂക്കളാണ് ദേവിക്ക് പ്രിയം. നവരാത്രിയുടെ 6-ാം ദിവസത്തിൽ ദേവിയെ കാത്യായനി ഭാവത്തിൽ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഇതാണ്: ചന്ദ്രഹാസോജ്ജലകര ശാർദൂല വരവാഹന കാത്യായനി ശുഭം ദത്യാദേവി ദാനവഘാതിനി. ഇതുകൂടാതെ കാത്യായനി ദേവി സ്തുതിയും ചൊല്ലാവുന്നതാണ്. യാ ദേവി സർവഭൂതേഷു മാ കാത്യായനി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ജ്ഞാനം നൽകുന്നവളാണ് കാത്യായനി ദേവി. അറിവിനെ ആഴത്തിലെത്തിച്ച് നിഗൂഢ രഹസ്യങ്ങൾ പോലും സ്വായത്തമാക്കി തരുന്ന ശക്തി സ്വരൂപിണിയാണിത്. കന്യകമാർക്ക് ഉത്തമ വരനെ നൽകുന്നവൾ കൂടിയാണ് ദേവി. വിവാഹ തടസ്സമോ താമസമോ നേരിടുന്നവർ കാത്യായനി ദേവിയെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുന്നതും അതിവിശേഷമാണ്. നവരാത്രിയുടെ 6-ാം ദിവസം ഓം ദേവി കാത്യായനി നമഃ എന്ന മന്ത്രം കഴിയുന്നത്ര തവണ ചൊല്ലാവുന്നതാണ്.